അമ്മയ്ക്കും കുഞ്ഞിനും ഗർഭസ്ഥകാലത്ത് സാധാരണത്തിലും കൂടുതൽ കോംപ്ലിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രഗ്നൻസിയാണ് നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസീസ് എന്ന് പറയുന്നത്. ഈ ഹൈ റിസ്ക് പ്രഗ്നൻസീസ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? അമ്മയ്ക്ക് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും മെഡിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ഷുഗർ, പ്രഷർ, ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ സീഷർ ഡിസോർഡർ, കിഡ്നി ഡിസീസ്, SLE, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്, മാസം തികയാതെ പ്രസവം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രസവം അലസിപ്പോയിട്ടുണ്ട്, കഴിഞ്ഞ പ്രഗ്നൻസിയിൽ സീഷർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അമിത രക്തസ്രാവം വന്നിട്ടുണ്ട്. ഈ പ്രഗ്നൻസി മൾട്ടിപ്പിൾ പ്രഗ്നൻസിയാണ്, ട്വിൻ പ്രഗ്നൻസി അല്ലെങ്കിൽ ട്രിപ്ലറ്റ് പ്രഗ്നൻസി. ചിലപ്പോൾ നമ്മൾ ഗർഭസ്ഥ കാലത്തായിരിക്കും പുതുതായി ചില അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഷുഗർ, പ്രഷർ ഇതെല്ലാം പ്രഗ്നൻസിയിൽ കണ്ടുപിടിച്ചേക്കാം. അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് സ്കാൻ എടുക്കുമ്പോൾ പ്ലാസൻ്റ താഴെയായിട്ട് കാണുന്നു, പ്ലാസൻ്റ പ്രീവിയ. അതുമല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച കുറവായി കാണുന്നു, അല്ലെങ്കിൽ കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം കുറവായി കാണുന്നു. ഇതെല്ലാം തന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ എന്തൊക്കെ വേണം? ഒന്ന്, അമ്മയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഡിസോർഡേഴ്സ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും മെഡിക്കേഷൻസ് കറക്റ്റ് ആക്കുകയും ചെയ്യണം. എല്ലാ ആൻറ്റിനേറ്റൽ വിസിറ്റ്സും കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡോക്ടറിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് നമ്മൾ അലാമിംഗ് സൈൻസ് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്യണം.